മോർണിംഗ് ഗായ്സ്. ഇന്ന് സംഭവം എന്ന് പറഞ്ഞാൽ എണീറ്റ് സെറ്റായി കുറച്ച് ജോലിക്ക് പോകാൻ പോകും. ഭയങ്കര മടിയായിരുന്നു, തണുപ്പല്ലേ. 6 മണിക്ക് എണീറ്റിട്ട് വീണ്ടും 6:30 ഭയങ്കര മടി. എന്നാൽ പോകാൻ പോകണം. ചില്ലി പൊടിച്ചിങ്ങനെയുണ്ട്. അയ്യോ അയ്യോ, അവർക്ക് എന്നെ അറിയാം എങ്ങനെ പൊടിച്ചതാണ്. അവിടെ നിന്ന് ഞാൻ വിത്ത് ഇട്ടില്ല. ഇതൊക്കെ എങ്ങനെ വന്നതെന്ന് അറിഞ്ഞുകൊണ്ട് സംഭവം പൊടിക്കാത്തതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒതുക്കിയത്. അതാ ഇവിടെ നിന്ന് വിത്ത് ഞാൻ നട്ടില്ല. ഇവിടെയാണ് ഞാൻ വിത്ത് കേട്ടത്. ഇവിടെ വന്ന് പ്ലാന്റ് എല്ലാം സെറ്റാക്കി. ഇനി അവിടെ ചെന്നിരിക്കണം. ഫുള്ളൊന്ന് നോക്കണം. സിസ്റ്റം ബേസ്ഡ്. മറ്റേതവൻ ചിക്ക് ഇട്ടുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. സിസ്റ്റം ബേസ്ഡ് ചെക്ക് ചെയ്യണം. അത് തന്നെ ആ പരിപാടി. പിന്നെ സെക്യൂരിറ്റിയൊക്കെ രാത്രി അവരൊക്കെ ഏകദേശം 8:30 പോലെ ഒന്നായിരുന്നു. എനിക്ക് തോന്നുന്നു അത് ചേഞ്ച് ആയത്. നമ്മളിവിടെ ചേഞ്ച് ആവില്ല. അപ്പോൾ അല്ലെങ്കിൽ അവർ ഒന്ന് കറക്റ്റ് വരേണ്ടത് ആ സമയത്താണ് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഉണ്ടായിരുന്നായിരിക്കും. വണ്ടിയിലല്ല, വേറെ വണ്ടിയിലൊന്ന് ആക്കിയിട്ട് പോയത് ടീമായിരിക്കും. കാരണം ഇങ്ങനെ കാലിയായിട്ട് അവരിട്ട് പോകില്ല. പിന്നെ 8:30-9 മണിയായപ്പോൾ എന്തോ വണ്ടി വന്നതാണ്. അതായത് ഉറങ്ങാൻ കിടന്ന സമയം. അതിനുമ്പേ വണ്ടി ഉണ്ടായിരുന്നു. ഒന്നും വലിയ ഒരു ഇതിൽ ഒന്നുമില്ല. നോർമൽ. അയ്യോ, ഇനി പോവുക, അവിടെ ഇരിക്കുക കുറച്ച് കൂടുതൽ നേരം. അയ്യോ, പരിപാടിയൊന്നുമില്ലല്ലോ. അവിടെ തന്നെ ഇരിക്കുന്ന തന്നെ പരിപാടി. എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. ഇതിൻ്റെ ഔട്ട് ഇതറൊന്നുമല്ല പോകണം. 1100-150 അടുപ്പിച്ച് പോകണം. അതുകൊണ്ട് ഇവിടെ നമ്മൾ RPM അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടണം. ഇവിടെ 55 5 വെച്ചേ കൂട്ടാവുള്ളൂ. 60. പിന്നെ ഇവിടുത്തെ ഫ്ലക്ച്വേഷൻ നിൽക്കുമ്പോൾ മാത്രം അടുത്തടിക്കാവുള്ളൂ. മനസ്സിലായി? ഫ്ലക്ച്വേഷൻ നിൽക്കുമ്പോൾ മാത്രം അടുത്തടിക്കുകയുള്ളൂ. 65. ഇതിൻ്റെ പ്രഷറിലാണ് അതിൻ്റെ ഇടയിലുള്ള ബാറുകൾ പൊട്ടുന്നത്. ഈ സ്പീഡ് കൂടെ പോകണ്ടല്ലോ. ഞാൻ അന്ന് പറഞ്ഞായിരുന്നു ഇതിനു മുമ്പ്. 70 തന്നെ ഇവിടെ വ്യത്യാസം വന്നോടാം. ഇനിയിപ്പോൾ വ്യത്യാസം വന്നോടാം. 75. 80. 85. 85. 88. 88 ഇവിടെ വയ്ക്കുന്നത്. 1150 അടുപ്പിച്ച് പോകും. അത് ഇനി എവിടെയൊക്കെ അങ്ങനെ ആവശ്യമുണ്ട്. 88. 88. ഓക്കെ. പിന്നെയാണ് അതിൻ്റെ ഇത്. ഇനിയിപ്പോൾ ഏകദേശം 1200 വരെ പോകുന്നത്. ഇനി ഇങ്ങോട്ട് ഏത് സൈറ്റിലൊക്കെ വെള്ളം കുറവാണോ അവർ ഓപ്പൺ ചെയ്ത് വിടുമ്പോൾ ഇത് ഏകദേശം എത്ര മണി വരെ? ഒരു 3 മണി വരെ കാണും. ഇപ്പോഴാണ് ടൈം ചേഞ്ച് ആയത്. പണ്ടാണെങ്കിൽ ഫുൾ ടൈം ഇതിങ്ങനെ ഓഫ് ചെയ്യില്ല, ഓപ്പൺ ചെയ്ത് തന്നെ ഇട്ടിരിക്കും. ലെവല് കുറച്ചിട്ട് ഏകദേശം ഇവിടെ നിന്ന് ഏകദേശം എത്ര 1000 അല്ല
950 എപ്പോഴും കണ്ടിന്യൂസ് റണ്ണിങ്ങിനാണെങ്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വന്നിട്ട് ചേഞ്ച് ആയത്. ഇപ്പോൾ വന്നിട്ട് അവർ ഇടയിലൊക്കെ ക്ലോസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചേഞ്ച് ചെയ്തത്. അതിപ്പോൾ തന്നെ 1159 ചെയ്യാൻ കാണിച്ചത് കണ്ട 1163. 1150 ആ റേഞ്ച് കൂട്ടിയത്. ഇനിയിപ്പോൾ അത് ആവശ്യത്തിനനുസരിച്ച് അത് മിക്കവാറും 1200 230 വരെ അടുപ്പിച്ചാൽ. ഇനി എൻ്റെ വെള്ളം വരണ ഫോഴ്സ് ഇതിപ്പോൾ 700. ഇത് കുറച്ച് ഡൗൺ ആകുമ്പോൾ ഇവിടെ ഇപ്പം ഞാൻ ഇതും ഒരു 1100 വയ്ക്കും. 1100 വയ്ക്കുമ്പോൾ പിന്നെ അങ്ങനെ സുഖമായിട്ട് അങ്ങനെ തന്നെ ഇരിക്കുമത്. അപ്പോൾ ഈ ഡൗൺ ആവുള്ളൂ. എന്നാൽ ഇതെനിക്ക് ഡൗൺ ആക്കിയാൽ വേണം. രാത്രിയത്തേക്ക് ഇത് ആവശ്യമാണ്. രാത്രിക്ക് ഇതേ റേഞ്ചിൽ അവരാക്കി വയ്ക്കും. ഇതൊരു എൻ്റെ ഡ്യൂട്ടി തീർന്നു വരാകുമ്പോൾ ഇത് ഒരു 4 നിൽക്കണം. 4 നിർത്തണം. എൻ്റെ ജോലി ഇതാണ്. ഇത് നമ്മളെ തന്നെ ഒന്ന് 4 നിർത്തണം. പിന്നെ ബാക്കിയുള്ള എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. ഇതിനിടയിൽ കോൾ വരും. അത് കോൾ വിളിച്ചിട്ട് സംസാരിക്കും. അത്രയേ ഉള്ളൂ നമ്മളെ ജോലി. എത്രയേ ഉള്ളൂ. ഇതെല്ലാം എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. ഓഡിയോ ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എടുത്തുകൊണ്ടാണ് ഇത് കാണിച്ചു തരുന്നത്. നമ്മൾ ഡെയിലി ചെയ്യണതാണ്. പക്ഷേ ഇതിൻ്റെ വീഡിയോ അങ്ങനെ എടുത്ത് ഞാൻ പറയൂല. ജസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതെന്ന് മാത്രം പറഞ്ഞിട്ട് എടുക്കുന്നത്. ഞാൻ ഒന്ന് കണ്ടിന്യൂസ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് സ്റ്റില്ലെല്ലാം സെറ്റാക്കി നോക്കി. കുഴപ്പമില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുക. ഇനിയിപ്പം മറ്റേ ഓപ്പറേറ്റർ വരും. ഒരു ഒമാനി ഓപ്പറേറ്റർ പുള്ളിയിൽ പോയി നമ്മൾ രണ്ടും ഇവിടെ ഇരിക്കുക സ്റ്റില്. അതെ തന്നെ. ഒരു കോൾ പറഞ്ഞനുസരിച്ച് എടുക്കുക, സംസാരിക്കുക. ഇടയ്ക്ക് ഫോൺ യൂസ് ചെയ്യണമെങ്കിൽ ഫോൺ യൂസ് ചെയ്യാം. വലിയ കുഴപ്പമില്ല. പക്ഷെ നമ്മളിത് ചെക്ക് ചെയ്യണം. ഇത് ചെക്ക് ചെയ്യണം. അത് മസ്റ്റാണ്. പക്ഷെ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ചെക്ക് ചെയ്യണം. അത് മസ്റ്റാണ്. ഞാൻ ആ കമ്പ്യൂട്ടറിൻ്റെ അവിടെ ഇരിക്കും. മറ്റേ പുള്ളി ഇവിടെ ഇരിക്കും. സ്റ്റിൽ വർക്ക് ഇരിക്കുക. എന്തു ചെയ്യാനാ? എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ പരിപാടി എന്താ? അത്രന്ന് ബോറടിച്ചുകൊണ്ടെല്ലാം പുറത്തിറങ്ങി. മറ്റു പുള്ളിയും പുറത്തിറങ്ങി നടക്കണം. ഞാനും പുറത്തിറങ്ങി നടക്കണം. തണുപ്പായതുകൊണ്ട് ഇനി ചൂടാക്കണം ബോഡീനെ. അത് തന്നെ പരിപാടി. ഇനി പയ്യെ എണീറ്റ് ഫുഡ് കഴിക്കാം. Go and eat. Okay. Okay. Which line you go? 1 o'clock you go? Yeah. That brother called me. Yeah. ഫുഡ് ഉണ്ടാക്കി കഴിക്കുക. ഫോൺ ചാർജ് ഇടുക. ഫോണൊക്കെ ചാർജ് ചെയ്യും. 30% ഉള്ളൂ. ഇനി ആ ഫുഡ് ഉണ്ടാക്കാൻ നേരത്ത് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് ഫുഡും കഴിച്ചിട്ട് ഫോൺ ചാർജ് ചെയ്യണം. എന്നിട്ട് ഇന്നലെ പോയില്ലായിരുന്നു. അത് അവരിന്ന് പോകും. ആ 1 മണിയാകുമ്പോൾ എന്നെ വിളിക്കാൻ പറഞ്ഞു. അവരങ്ങനെ പോട്ട് നമ്മൾ ഫുഡും കഴിക്കുക, ഫോൺ ചാർജും കയറ്റുക. പരിപാടി തന്നെ. വേറെ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ പോണ്. ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി വയ്ക്കുകയും ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഫുഡും കഴിച്ചിട്ട് ഫോണും ചാർജ് ചെയ്യണം. ഫുഡ് റെഡി ആയതിനു ശേഷം ഫോണും ചാർജ് ചെയ്യണം. എന്നിട്ട് ഫോൺ ചാർജ് ചെയ്തിട്ടതിന് ശേഷം അങ്ങ് പോകണം. എന്നിട്ട് പുള്ളി പോകാനുള്ള സമയമാകുമ്പോൾ ഇങ്ങോട്ട് വന്ന് ഫോണും എടുത്ത് അവനെ വിളിച്ചിട്ട് പോകണം. അതാണ് പ്ലാൻ.
1 മണിയാകുമ്പോൾ പുള്ളി പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം ആ ടൈമിനുള്ളിൽ റെഡിയാക്കിയാൽ ഓക്കെയാണ്, സെറ്റാണ്. കഴിച്ചിരുന്ന് ഇനി ഫോണിനെ കൊണ്ട് ചാർജ് കയറണം. ഫോണും കൊണ്ട് ചാർജ് ഇട്ടിട്ട് മറ്റോ അവിടെ പോയി. അപ്പോൾ ഞാൻ അവിടെ കമ്പ്യൂട്ടറിൻ്റെ അവിടെ പോയി. പിന്നെ അവിടെ നിന്ന് അവർ 1 മണിയാകുമ്പോൾ അവരൊന്നിച്ച് ഇറങ്ങിപ്പോയി. ഞാൻ അപ്പോഴത്തേക്കും ഫോണിനെ അങ്ങ് ചാർജ് ചെയ്യണം, പരിപാടിയൊന്നുമില്ല. ഇനി ചാർജ് ഇട്ടിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ എന്തായാലും ഫുൾ ചാർജ് ആവും. ആ കണക്കിന് ഒന്ന് എടുക്കാം. ഒന്നും ആയിട്ടില്ല. ഇത് ഒമാനി ഓപ്പറേറ്റർ പുള്ളി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഇനി സൈഫ ഓപ്പൺ ചെയ്യാൻ ഒന്നുമില്ല, അത് ലെവൽ നല്ല നിറഞ്ഞ് കിടക്കണം. ആവശ്യമുണ്ടെങ്കിൽ രാത്രി ഓപ്പൺ ചെയ്യുള്ളൂ, അതിൽ തലയിട്ടിട്ട് കാര്യം. ഇനി ഇതും കഴിക്കുക, പിന്നെ പോയി ചെടിക്ക് വെള്ളം ഒഴിക്കുക, പിന്നെ BPS5 എന്ന് പറഞ്ഞ സംഭവം ഓഫാവും, പിന്നെ അതും നോക്കണം. അത് തന്നെ പരിപാടി. ഇനി ഒന്നും ചെയ്യാനില്ല. ഇനി അത് ഓഫ് ചെയ്യുക, ഇത് കഴിക്കുക, അടുത്ത് പിന്നെ ഒന്നെല്ലാം ചെക്ക് ചെയ്യുക, ചെടിക്ക് വെള്ളം ഒഴിക്കുക, പിന്നെ അവൻ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതും ചെന്ന് കഴിക്കുക. അവൻ ഇന്ന് ചിക്കൻ, അപ്പോൾ അതും പോയി കഴിക്കുക. പുള്ളിയുടെ ബേക്കറിയിലുള്ളതാണ്. അടിപൊളിയാണ്, ടേസ്റ്റ് അടിപൊളിയാണ്. 2 3 കഴിച്ചാൽ വയറ് കഴിക്കും. ഇത് 2 3 കഴിച്ചാൽ വയറ് കഴിക്കും. അടിപൊളി സാധനം. അപ്പോൾ ശരിയാണ്. എല്ലാവരും ചെക്ക് ചെയ്ത് എൻ്റെ ഫ്രണ്ട് ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഞാൻ അവിടെ ചെന്ന് നോക്കണം. കുറേ നേരമായി ഈ പ്രാവശ്യം എന്നെ കൂടെ ഉണ്ടാക്കാൻ പറഞ്ഞു. ഇനി ചെടിക്ക് വെള്ളം ഒഴിക്കണം, അത് തന്നെ പരിപാടി. എന്താ ഉണങ്ങി ചുക്കായിട്ടിരിക്കുന്നത്. ഇനി ഇവിടെ തന്നെ വെള്ളം ഒഴിക്കുക, അത് തന്നെ പണി. വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് എല്ലാം സെറ്റാക്കി ഇനി എന്ന് പറഞ്ഞാൽ പോവുക, ഒന്ന് റൗണ്ട് അടിക്കുക, കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യുക, എഴുതുക, വന്ന് കുളിക്കുക. കാരണം എന്താ, ഇപ്പോഴേ സൂചന പോയി. ഇനി കുളിച്ചില്ലെങ്കിൽ കാര്യത്തിൽ തീരുമാനം, എൻ്റെ കാര്യത്തിൽ. കാരണം എത്ര ചൂടുള്ള വെള്ളം കുടിച്ചാലും അറിയില്ല, ടെമ്പറേച്ചർ വേരിയേഷൻ. ഇനി എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റണതും അല്ല. ചൂടുവെള്ളത്തിൽ കുളിച്ചാലും വെള്ളം എത്ര തിളച്ച വെള്ളമായാലും 2 തുള്ളി അതിൻ്റെ പുറത്തു കൂടി നോർമൽ വെള്ളം വീഴുമ്പോൾ തന്നെ മാറിപ്പോണത്. അത് വെള്ളം ഐസ് വെള്ളം പോലെ ആയിപ്പോണു. ഇപ്പോൾ നോർമലി ടെമ്പറേച്ചറും കൂടി ചേഞ്ച് ആകുമ്പോൾ തന്നെ പോയി, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ ടക്കെന്ന് പോയി ഒന്ന് ഫുള്ളൊന്ന് റൗണ്ട് അടിച്ച് ചെക്ക് ചെയ്തിട്ട് എഴുതേണ്ടത്. ഇപ്പം ഏകദേശം 5:30 അടുപ്പിച്ചായിട്ടുണ്ട്. 5 മണിക്കുള്ള ലിസ്റ്റ് എഴുതി. ഫുഡ് കഴിക്കാൻ വന്നില്ല, ഫുഡ് കഴിച്ച് ചെടിക്ക് വെള്ളം ഒഴിച്ച് ഇനി പോയി ഫുള്ളൊന്ന് ഇത് വിട്ട് ലൈറ്റ് ഓണാക്കണം. അവിടെ ഇരുണ്ട് ലൈറ്റ് ഓണാക്കി എല്ലായിടവും ഒന്ന് ചെക്കും ചെയ്യണം. അത് തന്നെ ഇപ്പോൾ ഉള്ള പ്ലാൻ. ഏകദേശം ലൈറ്റെല്ലാം ഓൺ ചെയ്ത് കുഴപ്പമില്ല, എല്ലായിടും ചെക്കും ചെയ്ത് 2 ചെക്കും ചെയ്ത് കുഴപ്പമില്ല. ഇനി പോവുക, ജസ്റ്റ് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് കുളിക്കുക, ഫോണും ചാർജ് ചെയ്ത് കുളിച്ച് തിന്നിട്ട് ഫോൺ എടുത്തുകൊണ്ട് തിരിച്ച് വരും. അത് തന്നെ പരിപാടി. അപ്പോൾ ഫോണും ഫുൾ ചാർജ് ആവും ഏകദേശം. പിന്നെ ഒരു 1.5 മണിക്കൂറും കൂടി കാണും. അത് അവിടെ ഇരുന്ന് കമ്പ്യൂട്ടറിൽ നോക്കി ജസ്റ്റ് ലീക്കിൻ്റെ ഉണ്ടോ ഇല്ലയോ എന്ന് ജനലിൽ കൂടി നോക്കാൻ പറ്റും, വിൻഡോ കൂടി നോക്കാൻ പറ്റും. അവിടെ നിന്ന് നോക്കി എല്ലാം സെറ്റാക്കും. അത് ഉണ്ടെങ്കിൽ നമ്മൾ ഷൂ ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടല്ലോ മസ്റ്റ്. ഈ ഷൂവും ഹെൽമെറ്റുമാണ് മസ്റ്റ്, മനസ്സിലായി? അയ്യോ കുടിച്ച് സെറ്റായി ഇനി അടുത്ത് പോണു. 6 മണി അടുപ്പിച്ച് ഒരു കോളും വന്നു, ചെന്ന് നോക്കി പറഞ്ഞു കൊടുക്കണം. എൻജിനീയർ ഇലക്ട്രിക്കൽ എൻജിനീയർ ഒരു സൈറ്റിനെ പറ്റി ചോദിച്ചതാ, ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ഹലോ, വാദിമാറും പമ്പ് സ്റ്റേഷൻ ഷോറ്, ബസ് റിസർവർ नहीं शोर है.
അലീന ബീച്ച് ടू श्योर ओके ठीक है ഇത്രേ ഉള്ളൂ ജോലി. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോള് വരും. എപ്പോഴും വരുമല്ലോ, ഇടയ്ക്കിടയ്ക്ക്. ഇൻ കേസ് എവിടെയെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ. ഇത് തന്നെയാണ് ജോലി. പിന്നെ നമ്മളെ വെള്ളം നടത്തുന്നത് അത് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ചില സ്ഥലത്തുള്ള നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ആയിരിക്കും, അണങ്ങൂല്ല. പിന്നെ അത് ജസ്റ്റ് ഒന്ന് ഇടയ്ക്കുന്നൊന്ന് നോക്കിയാൽ മാത്രം മതി. വ്യൂ അങ്ങനെ സൂര്യനൊക്കെ ഒന്നും കാണാനില്ല, എല്ലാം മുങ്ങിപ്പോയി. വ്യൂ പിന്നെ ഫോണിൽ വലിയ ക്ലാരിറ്റി കാണൂല. ജസ്റ്റ് ട്രൈയിങ്. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക, നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കുറേ പൈസ കിട്ടാൻ. അയ്യോ, കളഞ്ഞിട്ടണമെന്നല്ല, അന്താധുൻ പൈസ. അയ്യോ, ഇനി എല്ലാവർക്കും ഫുള്ള് ചെക്ക് ചെയ്യുക. നോക്കൂ, ഏകദേശം സമയം കഴിഞ്ഞ് 1 മണിക്കൂർ കൂടുതലെടുത്ത്, എന്നാലും കുഴപ്പമില്ല. അത് അവിടെ ചെക്കിൻ നോക്കിക്കൊണ്ടുവരുന്നു. പിന്നെ അവന് വന്ന് സംസാരിച്ചുകൊണ്ട് അവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ അത്ര തന്നെ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.